friends, welcome back to my channel 1 million shades. ഇന്ന് നമ്മൾ പെൻ ഡ്രോയിങ് ആണ് ചെയ്യണത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പെൻ പോർട്രേറ്റ് ആണ് ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ ഒരു സാധാരണ ഒരു ബോൾ പോയിന്റ് പെൻ, അത് ഏതായാലും കുഴപ്പമില്ല, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഡ്രോയിങ് ഷീറ്റ്സും അത്യാവശ്യം ഒരു കട്ടി, ഇപ്പോൾ ചാർട്ട് പേപ്പറിന്റെ ഒക്കെ അത്ര കട്ടിയുള്ള ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത്ര നാൾ കുറച്ചാളായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാണ്ട് ഒരു ഗ്യാപ്പായെന്ന് അറിയാം. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, കാരണം എക്സാം ആയിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് പണിയുടെ വേണം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ വരെ മാറ്റേണ്ട വന്നു. അപ്പോൾ ഇനി കുറച്ചാൾ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് ഷീറ്റിലാണ് വരച്ചു തുടങ്ങാൻ പോണേ. സാധാരണ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു കട്ടിയുള്ള ഏതെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പോർട്രേറ്റാണ് നമ്മൾ വരയ്ക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെയാണ് പിക്ക് വരയ്ക്കേണ്ടത് അത് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പിക്ക് നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. പെൻസിൽ വെച്ചിട്ട് ലൈറ്റ് ഷെയ്ഡിൽ ലൈറ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യണേ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ആ പോർട്രേറ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രിഡ് മെത്തേഡ് ആണെങ്കിൽ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്കെച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ഹാൻഡ് പറ്റുന്ന വെച്ചാൽ ഫ്രീ ഹാൻഡായിട്ടും സ്കെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിനി ഒരു ഫ്രീ ഹാൻഡ് ട്യൂട്ടോറിയൽ ചെയ്യാം. പിന്നെ എല്ലാവരും ഇപ്പം തന്നെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പിക്ക്, ഇപ്പോൾ ഞാൻ കണ്ണ് വെച്ചിട്ടാണ് തുടങ്ങണത്, കണ്ണിൽ നിന്നാണ് തുടങ്ങണത്. അത് കഴിഞ്ഞ് ബാക്കി പിരികൻ, പിന്നെ അതിന് ശേഷം മൂക്ക്, അതൊക്കെയാണ് വരച്ചെടുക്കണത്. നമ്മൾ നമ്മുടെ പിക്ക് നോക്കിയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ പ്രൊപ്പോർഷൻസൊക്കെ നോക്കി നമ്മൾ അതിനനുസരിച്ച് ഫുള്ള് സ്കെച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒട്ടും എവിടെ ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഷെയ്ഡിലോടത്തൊന്നും ഷെയ്ഡ് കൊടുക്കണ്ട. നമ്മൾ പെൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ പെൻസിൽ വെച്ച് ചെറുതായിട്ട് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ പാന വെച്ച് കൊടുക്കുമ്പോൾ ചില സമയത്ത് തെളിയാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. എന്നാലും കൂടുതൽ ഷെയ്ഡ് കൊടുക്കാണ്ട് തന്നെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ലൈറ്റായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കണ്ണും മൂക്കും ലിപ്പും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഔട്ട്ലൈൻ ചെയ്ത് ആ മുഖത്തിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇനി ആ ഹെയറും കൂടിയും ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ചെവിയും ഹെയറും പിന്നെ ബാക്കി പോർഷൻസും കൂടി ഒന്ന് സ്കെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വരയ്ക്കാറെന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്താലും വരച്ചാൽ മതി കേട്ടോ. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പെൻ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങണം. ഞാൻ ഹെയറിൽ നിന്നാണ് തുടങ്ങണത്. ഞാൻ ഇവിടെ കൂടുതലും ഹാച്ചിങ് ആണ് ചെയ്യണേ. ഒരു സൈഡിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഹാച്ച് ചെയ്ത് ഇങ്ങനെ സ്ട്രോക്സ് ഇങ്ങനെ വരച്ചിട്ടാണ് ചെയ്തെടുക്കണേ ഹെയറൊക്കെ. പിന്നെ ഹൈലൈറ്റ്സ് ഉള്ളിടത്ത് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ അവിടെ വൈറ്റ് കളറായിട്ട് വിടാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ടും ഹൈലൈറ്റ്സ് കൊടുക്കാം. ഞാൻ ഈ ചെയ്യണ മെത്തേഡ് എന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് ഉള്ളിടത്ത് അവിടെ ഇങ്ങനെ വൈറ്റ് കളർ വിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഏതായാലും ആ മെത്തേഡായാലും യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ ഡാർക്ക് ഷെയ്ഡ്സ് വേണ്ടോടത്ത് വീണ്ടും ഒരു ലെയറും കൂടിയും ചെയ്തിങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ കൊടുത്തു ചെറുതായിട്ട്. നമ്മളെപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പെൻസിൽ പോലെയല്ല, നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ ഒന്നും കൂടിയും ഒരു ഷെയ്ഡും കൂടിയും കൊടുക്കാം. മീൻസ് ഒരു ലെയറും കൂടിയും കൊടുത്തിട്ട് പിന്നെ അത് ഡാർക്കറാക്കി എടുക്കാം. അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിന് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാനായിട്ട് നമ്മൾ പെൻ ഒന്ന് ലൈറ്റ് പ്രഷർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അകത്തി സ്ട്രോക്സ് ഇടാം. പിന്നെ ലൈറ്റായിട്ട് സ്ട്രോക്സ് ഇടാം. അധികം പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടും. ആദ്യം അങ്ങനെ ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ചെയ്യണുണ്ട്. ആദ്യം തന്നെ ലൈറ്റ് ഷെയ്ഡ്സാണ് ഇവിടെ കൊടുക്കണം ഞാൻ. അതിന് ശേഷമാണ് പിന്നെ ഡാർക്കറായിട്ടുള്ള പോർഷൻസ് നോക്കിയിട്ട് എവിടേക്കാണെന്ന് നോക്കിയിട്ട് അവിടെ മാത്രം ഒരു വട്ടം കൂടിയും ഒരു ലെയറും കൂടി ഇങ്ങനെ സ്ട്രോക്സ് തന്നെ ഇട്ട് കൊടുക്കും. ഞാൻ ഹാച്ച് ചെയ്ത് ഫുൾ മിക്കതും ഹാച്ച് ചെയ്താണ് എടുക്കണത്. ഇങ്ങനെ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ ക്രോസ് ഹാച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് ലൈൻസ് ഇട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും ലൈൻസ് ഇട്ട് അങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാൻ കൂടുതലും ഓരോ ഡയറക്ഷനിലേക്ക് തന്നെ ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ട പോലെ
നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണു, പ്രഷർ കുറച്ചിട്ട്, പിന്നെ അതിന് ശേഷം ഡാർക്കറായിട്ടുള്ള പോർഷൻസ് നോക്കിയിട്ട് അതിന് ശേഷം കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഹെയർ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ണ് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. കണ്ണിൻ്റെ ഐറിസിൻ്റെ പോർഷൻസിൽ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സാണ്. അതിനുശേഷം അതിന് പുറത്തുള്ള പോർഷൻസ്, കുറച്ച് പോർഷൻസിൽ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അവിടെ ലൈറ്റ് പ്രഷർ യൂസ് ചെയ്തിട്ടും ബാക്കി പോർഷൻസ് നമുക്ക് ഡാർക്കറായിട്ട് കൊടുത്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഡാർക്കുള്ള പോർഷൻസ് നോക്കിയിട്ട് അതിന് ശേഷം ഡാർക്കറായിട്ട് കൊടുത്തെടുക്കുക. അപ്പോൾ പെൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതാണ് വെച്ചാൽ, ഒരു വട്ടം തെറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ അത് ഡാർക്കാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പിക്കിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ പുറത്തുള്ള ഐ ലാഷസൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പെന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. കാരണം നമ്മൾ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വരണായിട്ടില്ലേ, പെൻ ഇങ്ങനെ ഇങ്കിൻ്റെ ഓവർഫ്ലോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഡ്രോയിങ്ങിൻ്റെ ഭംഗി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പേനയുടെ തുമ്പത്ത് ഇങ്ങനെ മഷി കട്ട പിടിച്ച് നിൽക്കണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് വരാണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിരികിനായാലും ആദ്യം ഒരു ലെയർ പ്രഷർ കുറച്ചിട്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഡാർക്കറാക്കി കൊണ്ടുവരണത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഐസും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. പിക്കിൽ എവിടേക്കാണോ ഹൈലൈറ്റ്സ് ഉള്ളത് അവിടെ ഹൈലൈറ്റ്സ് വിട്ടിട്ട് ബാക്കി പോർഷൻസ് ഡാർക്കറായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ചില പോർഷൻസ് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രഷർ കുറച്ചിട്ട് നമ്മൾ ആ കൈയിൻ്റെ ആ ഒരു പ്രഷർ കൺട്രോളിങ് നമ്മൾ പഠിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ലൈറ്ററായിട്ടുള്ള പോർഷൻസിൽ പ്രഷർ കുറച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. ബാക്കി ഡാർക്കറായിട്ടുള്ള പോർഷൻസിൽ കുറച്ചും കൂടി പ്രഷർ കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലായാലും പ്യുവർ വൈറ്റിൽ അവിടേക്ക് ചെറുതായിട്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നല്ല പ്രഷർ കുറച്ചിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേന കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെൻ വെച്ചിട്ട് ഡാർക്കായിട്ട് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ട് ലൈറ്ററായിട്ടുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് അധികം യൂസ് ചെയ്യാത്ത പെൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നമ്മൾ കണ്ണ് ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞു. ഇനി കണ്ണിൻ്റെ പുറത്തുള്ള പോർഷൻസ് നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പുറത്തുനിന്ന് വെച്ചാൽ ചെറിയ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വരണത്. അപ്പോൾ നമ്മൾ വളരെ പ്രഷർ കുറച്ചിട്ട്, ഇപ്പോൾ ഞാൻ പിക്കിൽ കാണണ പോലെ വളരെ ലൈറ്റായിട്ടാണ്, വളരെ പ്രഷർ കുറച്ചിട്ടാണ് സ്ട്രോക്സ് ചെയ്തെടുക്കണേ. നമ്മൾ ഇങ്ങനെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും പിന്നെ മൂക്കിൻ്റെ ആ സൈഡിലൊക്കെ ഒരു ഷാഡോ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് മീൻസ് വളരെ ലൈറ്റായിട്ട് സ്ട്രോക്സ് ഇങ്ങനെ ഇട്ടെടുക്കാം. നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. എന്നാലാണ് ഇങ്ങനെ ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ. പിന്നെ നമ്മൾ പെന്നും അതുപോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഓവർഫ്ലോ ഇല്ലാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ളിടത്തൊക്കെ ചെയ്യണ സമയത്ത് പെട്ടെന്ന് ആ തെറ്റത്ത് ഇങ്ങനെ മഷി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പിക്കിൻ്റെ ഭംഗി പോകാൻ തന്നെ കാരണവും. നിങ്ങളത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി വരയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാനായിട്ട് വേറൊരു പെൻ കയ്യിൽ വയ്ക്കുക. അപ്പോൾ 1-2 പേന വെച്ച് വരയ്ക്കുന്നതാണ് കുറച്ച് ബെറ്റർ. ഇപ്പം നമ്മൾ നെറ്റിയുടെ പോർഷൻസൊക്കെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഹാച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ലൈൻസ് വരച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇങ്ങനെ ലൈൻസ് ഇട്ടെടുക്കണം. ഇങ്ങനെ ലൈൻസ് വരച്ചാണ് ഷെയ്ഡ് ചെയ്തെടുക്കണം. സ്ട്രോക്സ് ഇട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പെൻ ബ്ലെൻഡ് ചെയ്യാൻ അധികം ടൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ടൂൾസ് നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മുടെ പെൻസിലിൻ്റെ അത്ര ബ്ലെൻഡൊന്നും ആവില്ല പെൻ യൂസ് ചെയ്യുമ്പോൾ. എന്നാലും ചെറുതായിട്ടൊക്കെ ബ്ലെൻഡ് ആവും. നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യണം. എന്നാലാണിത് ബ്ലെൻഡായി വരുള്ളൂ. ഉണങ്ങണേറ്റ് മുമ്പ് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ താടിയുടെ പോർഷനൊക്കെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. കൂടുതലും ഞാൻ ഇപ്പോൾ ഇവിടെ ലൈൻസ് ഇട്ടിട്ട് സ്ട്രോക്സ് യൂസ് ചെയ്തിട്ടാണ്. ഹാച്ചിങ്ങും ചില പോർഷൻസിൽ ഇവിടെ കണ്ടാൽ ഞാൻ ക്രോസും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ അത് ബാക്കി ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പോർഷനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ബാക്കി പോർഷൻസൊക്കെ ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഡാർക്കറായിട്ടുള്ള പോർഷൻസ് മാത്രം മീൻസ് ഇങ്ങനെ ഷെയ്ഡുള്ള പോർഷൻസ് മാത്രം ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ വൈറ്റ് ആയിട്ട് തന്നെ വിട്ടാൽ കുഴപ്പമില്ല.
പിന്നെ നമുക്കിനി മൂക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ മൂക്കിൻ്റെ ഉൾഭാഗത്ത് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവിടെ നന്നായിട്ട് ഡാർക്കറായിട്ട് കൊടുത്തിട്ട് പിന്നെ മൂക്കിൻ്റെ സൈഡിലുള്ള പോർഷൻസൊക്കെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും എല്ലായിടത്തും ഈ ഫേസ് കൂടുതൽ ഞാൻ സ്ട്രോക്സ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണേ. ഇങ്ങനെ ഹാച്ച് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഹാച്ച് ചെയ്യാണ്ട് ക്രോസ് ഹാച്ച് ചെയ്ത് പെൻ ഡ്രോയിങ് ചെയ്യണവർ കുറേ പേരുണ്ട്. അപ്പോൾ ക്രോസ് ഹാച്ചിങ് വേണമെങ്കിൽ ക്രോസ് ഹാച്ചിങ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും ഹാച്ചിങ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ മൂക്കിൻ്റെ താഴെയും ഒരു ഷാഡോ വരുന്നുണ്ട്, അപ്പോൾ അവിടെയും കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന പിക്കിനനുസരിച്ചിട്ടായിരിക്കും എവിടെയൊക്കെ ഷെയ്ഡ്സ് വരണമെന്നുള്ളത്. ഇപ്പോൾ മുകളിൽ നിന്ന് ലൈറ്റ് കൂടുതൽ അടിക്കുന്ന പിക്കിലും അതുപോലെ സൈഡിൽ നിന്ന് അടിക്കുന്ന പിക്കിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും ഷെയ്ഡ്സിൽ. നിങ്ങൾ അതിൽ നോക്കിയിട്ട് എവിടേക്കാണ് ഷെയ്ഡ്സ് വന്നേക്കണേ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. എവിടേക്കാണ് വന്നേക്കണേ അവിടെ കൂടുതൽ ഡാർക്കറായിട്ട് കൊടുക്കുക, ബാക്കിയുള്ളിടത്ത് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ പോർഷൻസ് സൈഡിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ചെറുതായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ കൊടുത്തെടുക്കാം. ഇനി നമുക്ക് താടിയുടെ പോർഷൻ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അവിടെ കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി ബാക്കി ഇവിടെ സൈഡിൽ നമ്മുടെ ചെവിയുടെ താഴെ കുറച്ച് മുടിയൊക്കെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോ പോർഷനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യണേ. അപ്പോൾ ഞാനെപ്പോഴും മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മീൻസ് ആ ഹെയറിൽ നിന്ന് തുടങ്ങി പിന്നെ കണ്ണ് വരച്ച് താഴെ മൂക്ക് വരച്ച് അങ്ങനെ താഴത്തേക്കാണ് വരാം. അപ്പോൾ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് പരക്കണ ചാൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ ചെവിയുടെ സൈഡിലുള്ള ഹെയർസൊക്കെ ഇപ്പോൾ വരച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ട്രാൻഡായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വരയ്ക്കാൻ പോകണം, ലിപ്സാണ് വരയ്ക്കാൻ പോകണം. അപ്പോൾ അത് നമ്മൾ പിക്ക് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വളരെ ലൈറ്റായിട്ടാണ് ചെയ്തെടുക്കണത്. എന്നതിന് ശേഷമാണ് പിന്നെ ഡാർക്കാക്കി കൊണ്ടുവരണുള്ളൂ. ഇപ്പോൾ ലിപ്പൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഡാർക്കറാക്കി കൊടുക്കരുത് ഒരിക്കലും. നമ്മളെപ്പോഴും ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്ത് പിന്നെ പല്ലിൻ്റെ ആ മുകൾ ഭാഗത്തിൽ മീൻസ് ആ ചുണ്ടിന് താഴെയുള്ള പോർഷൻസ് അവിടെയൊക്കെ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, അവിടെയൊക്കെ പിന്നെ ഡാർക്കറായി കൊണ്ടുവരാം. പിന്നെ ഞാനിവിടെ ലിപ്പ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കേവി ലൈൻസ് അപ്പോൾ ആ ചുണ്ടിൻ്റെ ലിപ്സ് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു കേവി ലൈൻസ് വരച്ചിട്ടാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണത്. ആ ചുണ്ടിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യണത്. ഹാച്ചിങ് തന്നെ കുറച്ച് കേവ് ചെയ്തിട്ടാണ് ചെയ്യണത് ആ ചുണ്ടിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഷേപ്പ് കിട്ടും ആ ചുണ്ടിന്. ബാക്കി പോർഷൻസ് ഇതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. മുകളിലൊക്കെ പൊങ്ങി നിൽക്കുന്ന പോർഷനല്ല, അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് ഷെയ്ഡ് വരണുള്ളൂ. അവിടെയൊക്കെ ലൈറ്റായിട്ട് തന്നെ കൊടുത്താൽ മതി. പിന്നെ താഴെയാണ് കുറച്ചും കൂടി ഷെയ്ഡ് കൂടുതൽ വരണത്, അവിടെ കുറച്ചും കൂടി ഡാർക്കറായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോർണേഴ്സിലൊക്കെ ഇത്തിരി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ആദ്യം ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്ത് പിന്നെ ശേഷം പിന്നെ കൂട്ടി ഷെയ്ഡ്സ് കൂട്ടി നമ്മുടെ പിക്കിലുള്ളതിനനുസരിച്ച് മാച്ച് ആവണ പോലെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. ഇനി നമുക്ക് പല്ലും കൂടി ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ പല്ലിന് പ്യുവർ വൈറ്റ് അല്ല, ചെറുതായിട്ടൊരു ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ മോണയുടെ പോർഷനൊക്കെ കുറച്ച് ചെറുതായിട്ട് ഷെയ്ഡ് ഉണ്ടാവും, അത് ചെയ്യുക. പിന്നെ ആ കോർണേഴ്സിലാവുമ്പോൾ കുറച്ചുകൂടി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് വരും. അപ്പോൾ അതും അതുപോലെ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ പിക്കിൽ എങ്ങനെയാണോ നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ പല്ലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ട് പിന്നെ ആ കോർണേഴ്സിലാണ് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് വരണേ, അപ്പോൾ അവിടെ അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ സ്ട്രോക്സ് ഇട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ ലോവർ ലിപ്സും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ലോവർ ലിപ്സും മുമ്പ് നമ്മുടെ മുകളിലത്തെ ലിപ്സ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കേവി ലൈൻസ് യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഹാച്ചിങ് തന്നെ കുറച്ചും കൂടി കേവ് ചെയ്തിട്ട് ആ ഷേപ്പിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചുണ്ടിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് ആ ലിപ്സ് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ 3D ആയിട്ട് നിൽക്കണ പോലെ തന്നെ നമുക്ക് എഫക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലിപ്പ് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കഴുത്തിൻ്റെ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ കഴുത്തിൻ്റെ പോർഷൻസിൽ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് വരും, കാരണം ഫേസിൻ്റെ ഷാഡോ താഴത്തേക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ അവിടെയും കുറച്ചും കൂടി ഡാർക്കറായിട്ട് ഷെയ്ഡ് ചെയ്യുക. അവിടെ ഞാൻ കുറച്ച് ഹാച്ചിങ്ങും പിന്നെ ക്രോസ് ഹാച്ചിങ്ങും ചെയ്യുന്നുണ്ട്. പിക്കിൽ നോക്കിയിട്ട് ഷാഡോസുള്ള പോർഷൻസ് കുറച്ച് ഡാർക്കറായിട്ട് ആദ്യം ലൈറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാൻ സ്ട്രോക്സ് ലൈറ്റായിട്ട് സ്ട്രോക്സ് ഇട്ടിട്ട് അതിന് ശേഷം ഡാർക്കറായിട്ടുള്ള പോർഷൻസ് നോക്കിയിട്ട് അവിടെ കുറച്ചും കൂടിയും വീണ്ടും ഒരു ലെയർ കൂടിയും ഇങ്ങനെ ലൈൻസ് ഇട്ടെടുക്കുകയാണ്. അങ്ങനെ ചെയ്തെടുക്കാം, ഫുള്ള് അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ അതിൽ ഇനി ഒരു ഷോളാണ് ഉള്ളത്. അപ്പോൾ ഷോള് ഞാനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കി പോർഷൻസ് ജസ്റ്റ് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ ഹാച്ചിങ്ങും ചെയ്യുന്നുണ്ട്, ക്രോസ് ഹാച്ചിങ്ങും ചെയ്യുന്നുണ്ട്. കൂടുതലും ക്രോസ് ഹാച്ചിങ് ആണ് ആ ഷോൾ ചെയ്യാനായിട്ട് ചെയ്യണത്. അപ്പോൾ അത് കുറച്ചും കൂടി ടെക്സ്ചർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ ആദ്യം തന്നെ ഡാർക്കറുള്ള പോർഷൻസുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി പോർഷൻസ് ലൈറ്റ് ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ളിടത്ത് ഞാനിങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ട്, അതിപ്പോൾ നമ്മൾ മുഖത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഷോളൊക്കെ ആകുമ്പോൾ ആദ്യം തന്നെ ഡാർക്കുള്ള പോർഷൻസിൽ ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കി പോർഷൻസ് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ഹാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലൈറ്റായിട്ട് ഹാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണി തീരും. പക്ഷേ ഫേസിലൊന്നും അങ്ങനെ ചെയ്യരുത്, കാരണം ആദ്യം തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യണ്ടു. നമുക്ക് ഷോളൊക്കെ ആകുമ്പോൾ അത്ര നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ബാക്കി പോർഷൻസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഹാച്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി. പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നിങ്ങളുടെ വരച്ച പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ മെയിൽ ID വഴിയൊക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെഫറൻസ് ഇമേജ് മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ ഈ പിക്കനെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പിക്ക് വേണമെങ്കിലും ഇതുപോലെ ഇഷ്ടപ്പെട്ട പോർട്രേറ്റ്സ് പെൻ ഡ്രോയിങ് വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.